ഓണം ബോക്സ് ഓഫീസ് ഒരു കംപ്ലീറ്റ് ആക്ഷൻ എന്റർടൈനർ കൊണ്ട് കീഴടക്കാനുള്ള ശ്രമമായിരുന്നു പൃഥ്വിരാജിനെ നായകനാക്കി വൈശാഖ് ഒരുക്കിയ ഖലീഫ. പക്ഷേ ഈ ഇടിപ്പടത്തിൽ മസിലുണ്ടെങ്കിലും മാസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. പവറില്ലാത്ത പഞ്ചുകൾ കൊണ്ട് നിറഞ്ഞ പാതി വെന്ത തിരക്കഥ പതറിയും പരിങ്ങിയുമാണ് ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത്. എങ്ങനെയെങ്കിലും സിനിമയെ ക്യാമിയോ എൻട്രി സീനിലേക്ക് എത്തിക്കാനുള്ള പോക്ക്. ആ ധൃതിയുടെ കാരണം ഒന്നു മാത്രമാണ്. എത്ര ദുർബലമായ തിരക്കഥയാണെങ്കിലും മോഹൻലാൽ എന്ന നടന്റെ മുഖം ഫ്രെയിമിലെത്തുമ്പോൾ കാണികളൊന്ന് ഉഷാറാകും. ഇവിടെയും പതിവ് തെറ്റുന്നില്ല. മോഹൻലാലിന്റെ മാമ്പറക്കൽ അഹമ്മദ് അലി ചുമ്മാ വന്നങ്ങ് കയ്യടി വാങ്ങും. അവിടെയും നിർത്താതെ ഒരു സർപ്രൈസ് ക്യാമിയോ കൂടി ഖലീഫ പ്രേക്ഷകർക്കായി ഒരുക്കിയിട്ടുണ്ട്. അതിനപ്പുറത്ത് ജെയ്ക്സ് വിജയുടെ കാതടപ്പിക്കുന്ന മാസ് BGMൽ മാമ്പറക്കൽ ആമിർ അലിയായി എത്തുന്ന പൃഥ്വിരാജിന്റെ സ്റ്റൈലിഷ് പോസുകൾ മാത്രമാണ് ഖലീഫ. കേരളം പശ്ചാത്തലമാക്കി സ്വർണ്ണക്കടത്തിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന കുപ്രസിദ്ധി ആർജിച്ച ഒരു കള്ളക്കടത്തുകാരൻ്റെ കൊച്ചുമകനിലൂടെയാണ് ഈ കടത്തിൻ്റെ കഥ സിനിമ പറയുന്നത്. എന്നാൽ അയൻ പോലുള്ള സിനിമകളിൽ കണ്ട ത്രസിപ്പിക്കുന്ന കള്ളക്കടത്ത് രംഗങ്ങളൊന്നും ഈ സിനിമയിൽ പ്രതീക്ഷിക്കരുത്. ആമിർ അലിയുടെ സ്വർണ്ണക്കടത്തും വളർച്ചയുമെല്ലാം അതിവേഗമാണ്. കടത്തിനേക്കാൾ സ്റ്റൈലിനാണ് ഇവിടെ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ആമിർ അലിയുടെ സ്വാഗിനും സ്റ്റൈലിനും. മാധ്യമ റിപ്പോർട്ടുകളുടെ അരികും മൂലയും ചെത്തിമിനുക്കിയ പോലെയാണ് ചില രംഗങ്ങൾ. ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ ഒരു സ്ത്രീയെ ഉപയോഗിച്ച് ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തുന്ന പാർട്ടി സെക്രട്ടറിയുടെ വരവ് ആ വഴിയാണ്. ഷമ്മി തിലകന്റെ രാഘവനാണ് ഈ പാർട്ടി സെക്രട്ടറി, സിനിമയിലെ സെക്കൻഡ് വില്ലൻ. ഇനി ആമിർ അലിയുടെ പ്രധാന എതിരാളിയിലേക്ക് വരാം. നീൽ നിതിൻ മുകേഷ് അവതരിപ്പിച്ച ഹാരിസ്, വ്യവസായി സ്മഗ്ലർ. കത്തി പോലുള്ള സിനിമകളിൽ സുന്ദര വില്ലൻ വേഷം വിജയകരമായി കൈകാര്യം ചെയ്ത ആളാണ് നീൽ. പക്ഷേ ഇവിടെ നടൻ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലായ പോലെയാണ് തോന്നുക. ഒന്നാമതായി വില്ലന് ഈ സിനിമയിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല. ചില ഫോൺ കോളുകൾ ചെയ്യണം, 2 ഇടി കൊടുക്കണം, കുറേ ഇടി വാങ്ങണം. പിന്നുള്ള സമയങ്ങളിൽ അത്രയും താൻ എന്താണ് പറയുന്നതെന്നോ ചുറ്റുമുള്ളവർ തന്നോട് എന്താണ് പറയുന്നതെന്നോ മനസ്സിലാകാതെ നിൽക്കുകയാണ് നീൽ. ഭാഷ കൈകാര്യം ചെയ്യുന്നത് തന്നെയാണ് ഇവിടെ വിഷയം. ഡബ്ബ് ചെയ്ത ആൾ നല്ല തനിനാടൻ മലയാളത്തിൽ അഭിനയിക്കുമ്പോൾ അതിനോട് നീതി പുലർത്താൻ നീലിൻ്റെ മുഖഭാവങ്ങൾക്ക് സാധിക്കുന്നില്ല. നല്ല എഴുത്തിൻ്റെ ഇല്ലായ്മ തന്നെയാണ് ഖലീഫയെ പിന്നോട്ട് വലിക്കുന്നത്. ജെയ്ക്സ് വിജോയുടെ മാസ് BGMന് പോലും പഞ്ചുള്ള വൺലൈനറുകളുടെ അഭാവം പരിഹരിക്കാൻ സാധിക്കുന്നില്ല. ഫാസ്റ്റ് കട്ടുകളിലൂടെ സിനിമയ്ക്ക് ചടുലത നൽകാൻ എഡിറ്റർ ചമന്റെ വക നടക്കുന്ന രക്ഷാപ്രവർത്തനം സിനിമയിലുടനീളം പ്രകടമാണ്. ഖലീഫ പാർട്ട് 1 ഒരു ഇൻട്രോ മാത്രമാണ്. മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന നൊട്ടോറിയസ് സ്മഗ്ലറിന്റെ കഥയിലേക്കുള്ള വാതിൽ. പുലിമുരുകൻ സ്റ്റൈലിൽ സിനിമയിലുടനീളം വന്നു പോകുന്നവർ പറഞ്ഞു പെരുപ്പിക്കുന്ന ആ കഥാപാത്രം മോഹൻലാലിനൊട്ടും ഭാരമേറിയതായി തോന്നുന്നില്ല. അനായാസമായിട്ടാണ് അദ്ദേഹം ആ ഭാഗം കൈകാര്യം ചെയ്തത്. വെറുതെ ഫ്രെയിമിലേക്ക് വന്നങ്ങ് നിന്നു എന്ന് പറഞ്ഞാലും മതി. ഒറ്റ സീൻ, ചെറിയൊരു ഡയലോഗ്. ഖലീഫയുടെ പാർട്ട് 1 പോരായ്മകൾ മറന്ന് 2ാം ഭാഗത്തിനായി അഹമ്മദ് അലിയുടെ കഥയ്ക്കായി കാത്തിരിക്കാൻ അതുതന്നെ ധാരാളം. ഒരു നല്ല തിരക്കഥ, അത് മാത്രം മതിയാകും. ബാക്കി ചേരുവകൾ എല്ലാം റെഡിയാണ്.